ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഫാമിലി ആയിട്ട് ഇന്ന് പഴനി വരെ പോവാണ്. കുഞ്ഞിലെയൊക്കെ ഐ തിങ്ക് എല്ലാ വർഷവും വീട്ടുകാരായിട്ട് പോകുന്നതായിരുന്നു. ഇപ്പൊ കുറച്ച് വർഷമായി അങ്ങോട്ട് പോയിട്ട് എന്തോ എനിക്ക് അവിടെ പോകുമ്പോൾ ഭയങ്കര സമാധാനമാണ്. അവിടുത്തെ ഫുഡ്, അവിടുത്തെ ആ ഒരു അന്തരീക്ഷം, ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളില്ലേ. എനിക്ക് പഴനി പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വർക്കിന്റെ കാര്യം അറിയാലോ, മാറി നിൽക്കാനേ പറ്റത്തില്ല 2 ദിവസത്തേക്കൊക്കെ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഈ ഒരു ഡേറ്റിന് ഞങ്ങൾ പോകുന്നത് 30-ാം തീയതി. യെസ്, ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ് നമ്മുടെ ട്രെയിൻ. പോവാന്ന് കരുതി നമ്മൾ ബുക്ക് ചെയ്തതാണ്. ആ ഒരു ടൈമിൽ തന്നെ ഒത്തിരി വർക്ക് വന്നു, പക്ഷെ എല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇപ്പം സമയം ഒരു 8:45 നമുക്ക് 10 മണിക്ക് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളത്ത് ഒരു ട്രെയിൻ ഉണ്ട്. 12:30 വെളുപ്പിന് 12:30 അവിടെ നമ്മുടെ പഴനിയിലോട്ടുള്ള ട്രെയിൻ ഉള്ളത്. 7 മണിയാകുമ്പോൾ നമ്മളവിടെ ചെല്ലും. പിന്നെ നമ്മൾ അന്നത്തെ ദിവസം അവിടെ നിൽക്കുന്നുണ്ട്. സോ ഒരു ഫുൾ എന്തോട്ടൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ നിങ്ങളെ ഈ ഒരു ജേർണി കാണിച്ചു തരാം. അപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. ട്രെയിൻ 1.25 മണിക്കൂർ ലേറ്റ് ആണ്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഞങ്ങളിപ്പം ആലുവയിലെത്തി. നമ്മൾ എറണാകുളത്ത് നിന്ന് കയറാമെന്ന് ഓർത്തതാ. പിന്നെ നമ്മുടെ ട്രെയിനും ഞങ്ങൾ വന്ന ട്രെയിനും ആലുവ വരെ ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങി ടൗണിലോട്ട് പിന്നെ പോകണം. അതുകൊണ്ട് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ആലുവ വന്നിറങ്ങി. ഇനി 1:30 ആ ഒരു ടൈം ആകുമ്പോഴേ ട്രെയിൻ ഇവിടെ എത്തത്തുള്ളൂ. സമയം ഇനിയും നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് വിശന്നപ്പോൾ ഞാനും അച്ഛനും അവളും കൂടെ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. ഇവർക്ക് ഫുഡ് ആരോടാ പറയണം ഇത് അമ്മ ഇത് കണ്ടപ്പോ എന്റെ മൈക്ക് ഇപ്പൊ മുന്തിരിങ്ങയാന്നോർത്ത് കഴിച്ചേനെ. ഹായ് പറ. ഹായ്. അങ്ങനെ ഒരു 7 മണിയായപ്പോ 6:50 എത്തേണ്ട ട്രെയിൻ ഞങ്ങളൊരു 7 മണിയായപ്പം 7 മണി ആവാറായപ്പോ പഴനിയിലെത്തി. എനിക്കാണെങ്കിൽ നല്ലപോലെ വിശക്കുന്നുണ്ട്. അതുകൊണ്ട് വന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്തേ ഉള്ളൂ, കുളിച്ചിട്ടൊന്നുമില്ല. പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ വന്ന് റൂം എടുത്തപ്പോഴാണ്, പണ്ട് കുഞ്ഞിലേ വന്നുകൊണ്ടിരുന്നപ്പോഴും ഞങ്ങൾ റൂം എടുത്തോണ്ടിരുന്ന ഇവിടെയായിരുന്നു. അപ്പം സെയിം ആ പെയിന്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയുണ്ട്. ഇവിടുത്തെ മാറ്റിയിട്ടൊന്നുമില്ല. ശിവ ലോഡ്ജ് എന്നാണ് പേര്. അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ട് പഴനി മലയുടെ തൊട്ടടുത്ത ഈ റൂംസ് വരുന്നത്. അവരുടെ നമ്പർ കിട്ടുവാണെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം മഴക്കാലം ഒന്നുമല്ല, വേനൽക്കാലം. കാരണം രാവിലത്തെ ഈ വെയിലടിച്ചിട്ട് തന്നെ പൊള്ളുന്നുണ്ട്. നല്ല ഭയങ്കര ചൂടാണെന്ന് തോന്നുന്നു ഇവിടെ. പണ്ട് എപ്പോഴും ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഹോട്ടലൊക്കെ ഇതിന് അടുത്ത് തന്നെയുണ്ട്. അവിടെ പോയി സെയിം ടേസ്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് പോയി കഴിച്ചു നോക്കാം. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം, ശിവ ലോഡ്ജ്. മലയാളീസ് ഒക്കെ കൂടുതലും വരുമ്പോൾ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നതെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളൊക്കെ പണ്ട് വരുമ്പോഴും ഇവിടെ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ രണ്ടും മസാല ദോശ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം കിട്ടി. കഴിച്ചോ? ഇവരെല്ലാം വേറെ സാധനങ്ങളാ പറഞ്ഞത്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. കഴിക്കൂ, എന്നിട്ട് കൊള്ളാമോ കൊള്ളത്തില്ലെന്ന് പറയണം. വായി വെക്കുന്നതിന് മുന്നേ ആന്ന് വെക്കുവേ. കൊള്ളാമോ? കൊള്ളാം. ഉച്ചക്ക് നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇപ്പൊ ഉച്ചയായി. ഉച്ചക്കല്ല, രാവിലെ. കാരണം വെളുപ്പിനെയല്ലേ എത്തിയത്. ഇന്നലെ കുറെ നേരം ലേറ്റ് ആയിട്ടല്ലേ ട്രെയിനും വന്നത്. അതുകൊണ്ട് നന്നായിട്ട് ഒരുങ്ങാൻ പറ്റിയില്ലായിരുന്നു. ഇവിടുത്തെ വെയിലിൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഇന്ന് തന്നെ കറക്കുന്ന ലക്ഷണമുണ്ട്. കുളിച്ച് ഫ്രഷായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. അച്ഛനൊക്കെയാണ് ഇവിടുത്തെ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇപ്പം എങ്ങനെ ഉണ്ടാവും അറിയത്തില്ല. കഴിച്ചു നോക്കണം. എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങി. നല്ല കാറ്റുണ്ട് ഇവിടെ, പക്ഷെ അതിനനുസരിച്ച് വെയിലുണ്ട്. കണ്ടോ, ആളുകളെ കാണാൻ പറ്റാത്ത അത്ര വെയിലാണ്. നല്ല വെയിലുണ്ട് ഇപ്പൊ ഇവിടെ. പഴനിയില് ഉള്ളൊരു കാലാവസ്ഥ ഇതാണ്. നല്ല വെയിലുണ്ട്, നല്ല കാറ്റുണ്ട്, പൊള്ളുന്ന വെയിലാണ്, നല്ലപോലെ പൊള്ളുന്ന വെയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ മല കയറാതെ ഇന്ന് വൈകിട്ട് കയറാനാണ് ഇരിക്കുന്നത്. കരിഞ്ഞു പോയി. ഇപ്പൊ തന്നെ എന്റെ മുഖം നല്ല ടാനായി. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ, പൊള്ളുന്നു. നമ്മുടെ അവിടുത്തെ വെയിലേ അല്ല, ഭയങ്കര വെയിലായിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഞങ്ങള് ദോശയും സാധനങ്ങളും ഒന്നുമില്ല. ഊണും തൈര് സാധനം ഒക്കെ ഉള്ളൂ. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല.
പിന്നെ കഴിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് അത് തന്നെ കഴിക്കാം. ഇത് ഇവിടുത്തെ പപ്പടവാ, പക്ഷെ വലിപ്പം നോക്ക്. തലേ വെക്കാൻ ഇവളുടെ മുഖത്തിന് എന്താ ചോറിന്റെ മതത്തിൽ കാണിച്ചു. ചോറ് ഇത്രയുണ്ട്. അയ്യോ എന്നാച്ചാ പപ്പടം ഒഴിക്കട്ടെ. ഇടുക. ഭക്ഷണം ഇഷ്ടമാ. ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് ഇപ്പോൾ അത് 5 മണിയായി. ഞങ്ങൾ പഴനി മലയിലോട്ട് പോവാണ്. ഇപ്പോൾ വെയിലൊക്കെ മാറി, നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷം. മല കയറുന്ന വരെ ഈ ഒരു അന്തരീക്ഷം ഇങ്ങനെ തന്നെ നിന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല പഴയ പോലെ, അതുകൊണ്ട് ഫോണൊക്കെ റൂമിൽ വെച്ചിട്ട് പോകാണ്ട് അങ്ങോട്ടുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. മാക്സിമം പറ്റുന്നതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോയിട്ട് വന്നിട്ട് നമ്മൾ വൈകുന്നേരം പുറത്ത് പോകുമ്പോഴകുന്ന സമയത്തൊക്കെ പറ്റുമെങ്കിൽ ഞാൻ ഇവിടുത്തെ വൈകിട്ടത്തെ, ഇവിടെ വരാത്തവർക്കൊക്കെ വൈകിട്ടത്തെ ആ ഒരു ക്ലൈമറ്റും അല്ലെങ്കിൽ വൈകിട്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും മാല ഇട്ടിട്ട് വേണം പോകാൻ. മാല നമ്മൾ പൂജിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത്, അവിടെ കഴുത്തി അമ്പലത്തിൽ പൂജിച്ച് കൊണ്ടുപോകുന്നതായിരുന്നു. ഇനി മാല ഇട്ട് ഇവിടുന്ന് പോകണം. എന്തായാലും പോയിട്ട് വരാം. ചോറ് തിന്നാനാണ് അച്ഛൻ ആലപ്പുഴയിൽ നിന്ന് പഴനി വരെ വന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി ചോറ്, ഭയങ്കര ഇഷ്ടം. പൊറോട്ട കഴിക്കും. ഞങ്ങൾ മസാല ദോശ വെച്ചപ്പോൾ ഇവിടെ മസാല ദോശ ഇല്ല. ദിസ് ഇസ് ഒണിയൻ ദോശ. കണ്ടോ ഒണിയൻ. ഒരു 6 മണിയായപ്പോൾ എണീറ്റ് ഞങ്ങള് ഇപ്പം ഇടുമ്പം മലയിൽ പോവുക. ഇടുമ്പൻ ആരാ? ആരാണ്? പറ. മുരുകന്റെ ആരെങ്കിലും ആണോ? മുരുകന്റെ ആരുമല്ല. ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട്. ലൈക്ക് പണ്ട് ഇതിലേ പോയപ്പോഴത്തേക്കും കാവടിയും കൊണ്ടുവന്നപ്പോൾ ആ മലയുടെ പൊക്കത്ത് വെച്ചു, പിന്നെ അവിടുന്ന് അത് എടുക്കാൻ പറ്റില്ലെന്ന്, അങ്ങനെ എന്തൊക്കെയോ ഐതിഹ്യമൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. എൻ്റെ എക്സൈറ്റിംഗ് പാർട്ടീസ് ഈ ഇടുമ്പന് കൊടുക്കുന്ന വഴിപാട് എന്താണെന്നറിയോ? ഇല്ല. ചുരുട്ട് വലിക്കും. ചുരുട്ട് വലിക്കും ഇടുമ്പൻ. സോ നമ്മൾ താഴത്ത് ചുരുട്ട് വാങ്ങാൻ കിട്ടും. നമ്മളത് എന്തെങ്കിലും ആഗ്രഹമൊക്കെ പ്രാർത്ഥിച്ച് അവിടെ കൊണ്ട് വെച്ചാൽ നടക്കുന്നൊക്കെയാണ് പറയുന്നത്. രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ഞങ്ങൾ അങ്ങോട്ട് പോവുക. ഇത് മിക്കവർക്കും അറിയത്തില്ല. എന്നുവെച്ചാൽ പഴനി തന്നെ നമ്മൾ ഇത് റൈറ്റിലോട്ടാണെങ്കിൽ ലെഫ്റ്റിലോട്ട് വന്ന ഒരു വഴിയാണ്. മിക്കവർക്കും വഴി ചോദിച്ചാൽ പറഞ്ഞു തരും. ഇനി പഴനി വരുമ്പോൾ ഇടുമ്പം മല വരെ ഒന്ന് പോയിട്ട് വരിക. കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ. അത് മറ്റേത് 1001 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഇത് കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ. പക്ഷേ ഇച്ചിരി കുത്തനെ ഉള്ള കയറ്റമാണെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഹായ് ഹായ്. എവിടെ പോവാ? അമ്പലത്തിൽ. ഏതമ്പലം? ഇടുമ്പൻ മല. ഇടുമ്പനാരാ? ഇടുമ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴനി മലയുടെ കിഴക്ക് വശമായിട്ട് പുള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരാളാണ്. ആരെ? മുരുകനെയോ? മുരുകനെ സംരക്ഷിക്കാനിരിക്കുന്ന ആളാണ് ഇടുമ്പൻ. അച്ഛനാ പറഞ്ഞ. പുള്ളിക്ക് കൊടുക്കുന്ന വഴിപാടൊക്കെ ഭയങ്കര സ്ട്രേഞ്ച് ആണ്. ഇറ്റ്സ് ചുരുട്ട്. നമുക്ക് താഴെ വാങ്ങാൻ കിട്ടും അത്, അല്ലേ? ചുരുട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ ഫോണ് പൊക്കത്തോട്ട് കയറ്റും. പണ്ട് പഴനിയിലും കയറ്റുമായിരുന്നു. ഇപ്പൊ ഇനി ഇവിടെ എങ്ങനെയാന്ന് അറിയത്തില്ല, പോയി നോക്കാം. ഇത് യൂട്യൂബിൽ ഇടാനാ. ഗായ്സ്, ആര്യമ്മ ആക്ടർ ആകുമെന്നാണ് ആ ചേച്ചി പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ആക്ടർ ആയി എങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ആ ചേച്ചിക്ക് ഇനി സാരി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ്, സത്യമാണെങ്കിൽ ആര്യമ്മ ആക്ടർ ആകും. ആക്ടർ എന്ന് പറഞ്ഞോണ്ടല്ല നമ്മള് പൈസ കൊടുത്തത്. ലൈക്ക് എല്ലായിടത്തും നമ്മൾ ചെല്ലുമ്പോ പറയുന്നത് ലൈക്ക് ജോലി വാങ്ങും. പക്ഷെ ഞാൻ ജോലി ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിലാണ്. അത് അവർക്ക് എങ്ങനെ അറിയാം? ഞാൻ ആദ്യം കേട്ട് ഡോക്ടർ എന്നാ. അപ്പൊ ഞാനിപ്പോ ഡോക്ടർ പഠിക്കാൻ പോരാ. പക്ഷെ ഒരു ആക്ടർ എന്നാ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതാണല്ലോ. അപ്പൊ അത് അവർക്ക് എങ്ങനെ അറിയാം? അവരത് ചിന്തിച്ച് പറഞ്ഞില്ലേ? പണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ സ്റ്റെപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നപ്പോഴും അല്ലേ ഭയങ്കര പാടായിരുന്നു കയറാൻ. ഇപ്പം
സ്റ്റെപ്പ് ആയി. ഇപ്പുറത്ത് ട്രെയിൻ പണിയുന്നുണ്ട്, മറ്റേ പൊക്കത്തോട്ട് പോകാൻ പറ്റുന്ന. പിന്നെ ഞാനിവിടെ ചുരുട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ല, ആ സാധനം ഞങ്ങൾ വാങ്ങിച്ചു. എന്തിയത് 20 രൂപയുള്ളൂ ഒരു കർപ്പൂരവും ഒരു ചുരുട്ടും, അങ്ങനെ 2 വാങ്ങിച്ച്. ഈ ചുരുട്ട് നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരിതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കും. അതാണ് ഇവിടുത്തെ ആചാരം. പണ്ട് ഇത്തിരി സ്റ്റെപ്പേ ഉള്ളായിരുന്നേ, ഇപ്പം ഇത് നോക്കിയേ അങ്ങ് വരെ കയറണം. പക്ഷെ ഞങ്ങൾ ഇതിന്റെ ഒരു പകുതി മുക്കാലും നടന്ന് തീരുന്നില്ല. ഇതിങ്ങനെ കുത്തനെ കിടക്കുന്ന സ്റ്റെപ്പാ. ഇവിടെ ഉണ്ടല്ലോ ഇതിന്റെ ചുറ്റിനും മുൾച്ചെടി മുൾമരങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ മൊത്തം ലൈക്ക് മുരുകനെ സംരക്ഷിക്കാനിരിക്കണമെന്നാണല്ലോ പറയണത്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഫുള്ള് മുൾച്ചെടി മുൾമരം. ആൻഡ് പഴനി മല ഈസ് ദയർ. ഇതാണ് പഴനി, ഇതാണ് ഇടുമ്പൻ മല. തൊട്ടടുത്ത മലകളാണ്. കയറുമ്പോഴേക്കും എൻ്റെ ഉപ്പാട് വരും. ഇത് അത്രയുണ്ട്, അത് ഫുള്ള് കയറണം. നടന്ന് 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 നമ്മൾ എത്തി. അമ്മ അണക്കുവാണേ, നല്ലൊരു അണക്കുന്നുണ്ട്. ദിസ് ഇടുമ്പൻ മല. എൻ്റെ അകത്തിരിക്കുന്ന കറുത്ത വിഗ്രഹമല്ല, പ്രതിമ, അതാണ് ഇടുമ്പൻ. ഭയങ്കര വലിയ പ്രതിമയാണ്. ആ വിഷു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. ദേവസേനാപതി നമ പ്രാജ്ഞാൻ மேல வந்து முருகன் குட்டி வடிவில் மேல இருந்துச்சு. இது எடுக்கக்கூடாது, இது இவ்வளோதான் இருக்கணும். அது வந்து அவர்கிட்ட அப்போ இவருக்கு வந்து முருகன் அவர் அறியல, அறியாம அவர்கிட்ட நீ யாரு இந்த கீழே தாழ அப்புறம் 2 பேருக்கு வந்து ஃபைட் வருது. ஃபைட் வந்து முருகன் மேலே வச்சு வதம் பண்ணி ஒரு அடிச்சது. இவர் மறிச்சு போயிடுது. இன்னும் அவருடைய ஒய்ஃபு அவர் தான் வந்து அவர் முருகனுங்கிறத கண்டுக்கிட்டு அதை அடிச்சுட்டு இன்னும் அவர்கிட்ட வந்து ஒரு வரம் கேட்குறாங்க, அதாவது திரும்ப உயிர் கொடுங்க. அப்போ முருகர் வந்து காட்சி கொடுக்குறாரு. இவருக்கு வந்து ஒரு உயிர் கொடுத்து இன்னும் ஒரு வரம் கொடுக்குறாரு. அதாவது என்ன கொடுக்குறாருன்னா, ஒரு அழிக்கிறது என்னுடைய நோக்கம் இல்லை, ഇവിടെ அந்த 2 മലയും ഇവിടെ தான் இருக்கணும், அந்த മലയില ഞാൻ இருப்பேன். ഞങ്ങൾക്ക് ഐതിഹ്യം കിട്ടി. ഞങ്ങള് ഇവിടുത്തെ സ്വാമിയോട് ചോദിച്ചു. സ്വാമി പറഞ്ഞത് ഇടുമ്പൻ പണ്ട് മുരുകനെ കാണാൻ കാവടിയായിട്ട് വന്നതാ. എന്ന് വെച്ചാൽ മുരുകന്റെ ഭക്തനാണ് ഈ ഇടുമ്പൻ സ്വാമി. പക്ഷെ വന്ന വഴിക്ക് അതാണല്ലോ പഴനിമല. അപ്പൊ പഴനിമല എത്തുന്നതിന് മുന്നേ ആയിട്ട് ഈ മലയുടെ പൊക്കത്ത് കാവടി വെച്ചു, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തോ വെള്ളം കുടിക്കാനോ അങ്ങനെ എന്തോ കാവടി താഴെ വെച്ചു. ആ കാവടി ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ആ ഒരു ഇത് ഇപ്പൊ ഒരു പ്രതിമയില്ല, അതിന്റെ മേത്തുണ്ട്. വെച്ച വഴിക്ക് അതവിടെ ഇരുന്നു പോയി. പിന്നെ അത് ഉയർത്താൻ പറ്റിയില്ല. എത്ര ഉയർത്താൻ നോക്കിയിട്ട് ഉയർത്താൻ പറ്റിയില്ല. അപ്പൊ ഇടുമ്പം നോക്കുമ്പോ എന്താ വെള്ളം. അപ്പൊ ഇടുമ്പം നോക്കുമ്പോഴത്തേക്കും ഒരു ബാലൻ ഈ ഇതായിട്ട് കളിച്ചോണ്ട് നിൽക്കുന്നു, ഈ കാവടിയായിട്ട്. അപ്പൊ ഇടുമ്പന് ദേഷ്യം വന്നു. പക്ഷെ ദാറ്റ്സ് മുരുകൻ, അത് മുരുകനായിരുന്നു എന്ന് ഇടുമ്പൻ അറിയില്ലായിരുന്നു. അത് കുഞ്ഞു ബാലനായിരുന്നു, ബാലമുരുകനായിരുന്നു. അങ്ങനെ ഇവര് തമ്മിൽ ഫൈറ്റായി. അങ്ങനെ മുരുകൻ ഇടുമ്പനെ കൊന്നു. ഇടുമ്പൻ മരിച്ചുപോയി. അപ്പൊ ഇടുമ്പന്റെ ഭാര്യ മുരുകനെ കാണാൻ വന്ന് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് ജീവൻ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുരുകൻ ഒരു വരം കൊടുത്തു. അങ്ങനെ തിരിച്ച് ജീവൻ കൊടുത്തു. പക്ഷെ ഇടുമ്പൻ ഈ അസുരനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ മുരുകൻ ഇടുമ്പനോട് പറഞ്ഞു, ഞാൻ ആ മലയിലിരിക്കും, നീ ഈ മലയിലിരിക്കണം, എന്നെ കാണാൻ വരുന്ന ഭക്തർ ആദ്യം നിന്നെ കണ്ടിട്ട് വരണം. പക്ഷെ നമുക്കതറിയില്ല, നമ്മൾ ഇന്നലെ പോയി മുരുകനെ കണ്ടു. അങ്ങനെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മല കയറുമ്പോൾ തന്നെ ഇടുമ്പസ്വാമിയുടെ ഒരു ടെമ്പിൾ ചെറുതായിട്ട് മലയുടെ പൊക്കത്തുണ്ട്, അവിടെ തൊഴുതിട്ട് വരണം. അങ്ങനെ കാവടി അല്ലെങ്കിൽ നടന്ന് മല കയറി മുരുകനെ കാണുക എന്നൊരു കോൺസെപ്റ്റ് ഒക്കെ ഇടുമ്പൻ സ്വാമി കാരണമാണ് വന്നതെന്നാണ് സ്വാമി പറഞ്ഞത്. കൊള്ളാല്ലേ, നല്ല ഇൻട്രസ്റ്റിംഗ് കഥ. നമ്മളിപ്പോ എവിടെ പോവാ? നമ്മൾ ഇപ്പോൾ പഴനി മാർക്കറ്റ്. എന്തിനാ പോണേ? എന്തെങ്കിലുമൊക്കെ പയറ് പരിപ്പ്. ഇവിടെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടും. വില കുറച്ച്, ഒരുപാടൊന്നും കുറയത്തില്ല, എന്നാലും കുറവാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ എല്ലാം കണ്ടോണ്ട് നടക്കാമല്ലോ. നമ്മൾ മാർക്കറ്റിൽ പോയി. ഇവിടുന്ന് ഒരു തുള്ളി, നമ്മുടെ റൂമിന് ഇവിടുന്ന് ഇച്ചിരി നടക്കാനുള്ളു. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പോണത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അതെന്തിനാ? അതിലൂടെ കേറി മാർക്കറ്റിൽ.
ഓക്കെ, അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ദേ 2 വരുന്നു, പുറകെ വരുന്നുണ്ട് അവരും. പോയിട്ട് വരാം. നല്ല കാറ്റാണ് ഇവിടെ. 580 രൂപ. അതിന്റെ വേറെ ഡിസൈൻ. അത് സെറ്റ് அப்படியே இருக்கு. ചെക്ക് കൂടെ കാണിക്കാം. അത് ചെക്ക് അത് എല്ലാ കളർ ഉണ്ട്, അങ്ങ് വെളിയെ ഉണ്ട്. അതൊക്കെ പുറത്തുള്ളത്. ഗൈസ്, ഞങ്ങൾ സാരി വാങ്ങാൻ വന്നിരിക്കുകയാണ്. 300 രൂപ ഇങ്ങനത്തെ സാരി. 335 അത്രേ ഉള്ളൂ. നല്ല സാരിയാണ്. ഞങ്ങൾ പല പല ഡിസൈൻ. ചെക്കാണ് കുറച്ചുകൂടെ ഭംഗി. ചെക്കോ ഇതും അല്ലാണ്ട് വേറെ ഡിസൈൻ ഉണ്ടോ? ഇതെത്ര? ഇത് കൊള്ളാം, ഇതും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇച്ചിരി നല്ലത് പ്ലെയിൻ ചെക്കായിരിക്കും അല്ലേ? ഇച്ചിരി നല്ല പ്ലെയിൻ ചെക്കാണ്. ബ്ലൗസ് പീസ് ഇല്ലല്ലോ അതിന്റെ കൂടെ, സെപ്പറേറ്റ് അല്ലേ ബ്ലൗസ്? ഇതിലെ ബ്ലൗസ് തനിയാണ് റെഡിമെയ്ഡ് ബ്ലൗസ്. അച്ഛന് ഇഷ്ടപ്പെട്ട സാരിയുടെ ഡിസൈനാണ് നിങ്ങൾ ഈ കാണുന്നത്. അയ്യേ, തമിഴ്നാട്ടിൽ വന്ന് പാണ്ടിക്കാരനായി. സാരി കണ്ട് കേറിയതാ. കേരള ആലപ്പുഴ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഈ സാരി ഉറപ്പിച്ചിരിക്കുകയാണ്. ആരും അവിടെ ബില്ലിന് പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ നല്ല സാരിയാ. പക്ഷെ 330 രൂപ അത്ര എന്തോ ഉള്ളു. 300 രൂപ. അതിന് ലാഭമായിട്ടാ, നല്ല ലാഭമാണ്. നല്ല തളർന്ന സാരിയാണ്, നല്ല കട്ടിയൊന്നും ഇല്ലാത്ത, എന്ന് പറഞ്ഞാൽ ഉടുക്കാൻ നല്ല സുഖമുള്ള സാരിയാണ്. ഗായ്സ്, ഞങ്ങളിവിടെ അമ്മയ്ക്ക് കമ്മൽ നോക്കിക്കൊണ്ടിരിക്കുക. അമ്മ അവിടെ ഇരുന്ന ഇവിടെ ഒരാള് മൊത്തവും. എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇവരെന്താണ്ടൊക്കെ നോക്കുന്നുണ്ട്. ചെറിയ കമ്മൽ, മാല എല്ലാം പണ്ട് എൻ്റെ ഉണ്ടായിരുന്നു അതുപോലത്തെ. കാണിച്ച മാല കാണിച്ച ഇതുപോലത്തെ കുറെ സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് ഇപ്പോഴും വരും. ഊരിലെ കൊണ്ടുപോയി കാണിക്കട്ടെ. ഹായ് കാണിക്ക. ഹായ്. അവര് ഫ്രണ്ട്സ് ആയി. മാല കാണിക്കട്ടെ. അപ്പൊ ആർക്കെങ്കിലും മാല വേണമെങ്കിൽ ഈ ചേട്ടൻ്റെ തന്നു. ഗൈസ്, അച്ഛനും ആ ചേട്ടനും ഫ്രണ്ട്സ് ആയി. അച്ഛൻ പാണ്ടിക്കാരനാവും ഇവിടെ വന്ന്. ആദ്യം എടുത്തില്ലാണ് നല്ലത്. ഇത് എത്ര കിടക്കുന്ന ഇനി മറ്റൊരു ഒരാളിതേ അടുത്തത് പൂ വാങ്ങാൻ പോയിട്ടുണ്ട്. നമുക്ക് വന്നപ്പോൾ തൊട്ട് ഇവിടുന്ന് പൂവിന് ഭയങ്കര ട്രെയിനിൽ പോകുമ്പോൾ പൂ വെച്ചോണ്ട് പോകുന്നു. അമ്മ ഇവിടെ വന്നിട്ട് ഇപ്പം 4-മത്തെയോ 3-മത്തെ തവണ എന്താണ് പൂ വാങ്ങുന്നത്. പക്ഷെ നല്ല മണമുണ്ട്. നല്ല മണമുണ്ട്. പക്ഷേ അമ്മ ഇവിടെ വന്നിട്ട് ഇന്നലെ തലയെ കാണുന്നത് ഇഷ്ടം പോലെ പൂ വാങ്ങിച്ച് തലവശമൊക്കെ വരും. എന്താണത്തെ പ്രാന്തമെന്ന് അറിയത്തില്ല. ഈ മാല വിൽക്കുന്ന ആൾക്കാരെല്ലാം അച്ഛൻ്റെ അടുത്ത് വന്ന് അപ്പോൾ ഇവർ വന്ന് പറയുമ്പോൾ അച്ഛൻ വാങ്ങും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു ചേട്ടനാണ്. ചേട്ടൻ ഇപ്പോൾ പുറകെ കൂടിയിട്ടുണ്ട്. പാവമുണ്ട്. ആ ചേട്ടൻ വന്ന് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഇപ്പം തന്നെ ഇപ്പം 3-മത്തെ 4-മത്തെ മാല എന്താണ് വാങ്ങുന്നത്. பிஸ்னஸுக்கு நல்லது. செல் நெட்லேயே பார்க்கலாம். வேறு லெவலே ஃபேமஸ். കണ്ട ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അച്ഛൻ വാങ്ങും. ശിവന്റെ എന്തൊക്കെയോ സംഭവിക്കാന്നാണ് ആ ചേട്ടൻ പറയുന്നത്. இதில் மாட்டி தரேன்.
കമ്പി ഉണ്ട് കളർ പോവാതെ കളറ് പോകത്തില്ല, ശിവന്റെ അനുഗ്രഹം ഉണ്ടാവും, അങ്ങനെ എന്തൊക്കെയാണ് ആ ചേട്ടൻ പറയുന്നത്. മാല വെച്ച് കുത്താൻ പോണേ. അങ്ങനെ 2 ദിവസത്തെ പഴനി ജീവിതത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലോട്ട് പോവാണ്. അവിടെ നല്ല മഴയാണല്ലേ, അവിടെ നല്ല മഴയാണെന്ന് അറിഞ്ഞ്. ഇവിടെ നല്ല വെയില്. ഇച്ചിരി മുന്നേ ഒരു തുള്ളി ഇങ്ങനെ വെറുതെ ചാറി. അവിടെ പ്രളയം വരെ ആവാറായി കേരളത്തില്. ഒരുത്തി ഇവിടെ നല്ല ഉറക്കമാണ്. നമുക്ക് 6 മണിക്കാണ് ട്രെയിൻ. ഇപ്പൊ എത്ര മണി? 5:15. ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ. അപ്പം നല്ല 2 ദിവസമായിരുന്നു. നാട്ടിൽ നിന്ന് മാറി നിന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളും നാട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും തീരാൻ പോകുന്നത്. ഞാൻ വെളുപ്പിന് ഒരു 2 മണിയൊക്കെ ആവും ആലപ്പുഴ എത്താൻ. പക്ഷെ എനിക്ക് രാവിലെ 8 മണിയാകുമ്പോൾ ചേർത്തല വർക്ക് കൊണ്ട് പോകണം. പിന്നെ മൊത്തം ഷെഡ്യൂൾസ് ഉണ്ട് അങ്ങോട്ട്. ഫുള്ള് ഹറിബറി ആയിരിക്കും 2 ദിവസം വീട്ടിലില്ലാത്തതുകൊണ്ട്. അങ്ങനെ എല്ലാവരും എന്താ റെഡിയായി പാക്ക് ചെയ്തു. ഇനി ഇവളെ വിളിച്ച് എണീപ്പിച്ച് എണീക്കടി ഇപ്പൊ പോവാം. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദി പളനി വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ബൈ. ബൈ ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രം ആര്യ.